നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയുമാണ്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുമ്പം കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലുണ്ടാവും. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്നവരേക്ക് ഇതൊന്ന് വറുക്കണം. ചെറുതായിട്ട് കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ടോ, അപ്പം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് കുറച്ച് സമയം ഒന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുതിരാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പലഹാരത്തിൻ്റെ അടുത്ത പണികൾ ചെയ്യാം. ഇതൊരു 5 മിനിറ്റോളം കൂടി വന്നാൽ 10 മിനിറ്റ് മാക്സിമം അത്രയൊക്കെ വെച്ചാൽ മതി. വെള്ളത്തിൽ ഇങ്ങനെ കുതിരാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 1.25 കപ്പ് ഗോതമ്പ് പൊടി ആണ് എടുത്തേക്കുന്നത്. 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 1/2 സ്പൂൺ നെയ്യോടെ ചേർത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്നും കൂടെയും സോഫ്റ്റ് ആക്കിയിട്ട് നല്ലപോലെ ഉരുട്ടി ഇത് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ശർക്കരപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് ഉപ്പും ചേർക്കാം കേട്ടോ. അതിന് ശേഷം എന്താ ഇതിപ്പോൾ ഇവിടെ കുഴച്ച് ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കണം. പരിപ്പ് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഒറ്റ വിസിലിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ദാ അത്രയും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം മാത്രമേ ഒഴിച്ചിരുന്നുള്ളൂ. പരിപ്പ് ദാ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന സെയിം പാത്രമാണ്, സെയിം കപ്പാണ്. ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് അതേ സെയിം അളവിൽ, അതിന് പറഞ്ഞിരിക്കുന്ന അളവിൽ എല്ലാം എടുക്കുക. ഞാനിവിടെ ആദ്യം എടുത്തത് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ആ 1.25 കപ്പ് ഗോതമ്പ് പൊടിക്ക് അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയാണ് ഇട്ടത്. ആ തേങ്ങയുടെ വെള്ളമെല്ലാം ശരിക്കൊന്ന് വറ്റി വരുന്നവരേക്ക് ഇതൊന്ന് വരട്ടി കൊടുക്കണം. തേങ്ങയുടെ വെള്ളമെല്ലാം ശരിക്കൊന്ന് വറ്റി തുടങ്ങുമ്പം ഞാനതിലേക്ക് 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. കട്ടി ശർക്കരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി ശർക്കര ഉരുകി വെള്ളമയം ആയി വരുമ്പം നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് യോജിപ്പിച്ച് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും യോജിപ്പിച്ച് എടുക്കണം. ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ലപോലെ വരട്ടി വെള്ളം ഒട്ടുമില്ലാതെ നല്ല കട്ടിക്ക് ആക്കിയെടുക്കണം. അതിനായിട്ടൊരു ഏകദേശം ഒരു 5-6 മിനിറ്റ് ചിലവാകും മീഡിയം ഫ്ലെയിമിൽ. അത്രയും സമയം നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ വരട്ടി എടുക്കണം. ഒട്ടും വെള്ളമയം ഇല്ലാതെ ഇതിങ്ങനെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് ആറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതൊന്ന് തേങ്ങയും പരിപ്പും ശർക്കര ഇതെല്ലാം കൂടെയും ശരിക്കും ഒന്ന് കുഴച്ച് ഉരുട്ടി മാറ്റി എടുക്കണം. അതിനുശേഷം ഇതിവിടെ നീക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗോതമ്പ് പൊടിയുടെ മാവ് ശരിക്കും ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അത് ചപ്പാത്തി പലകയിലൊന്നും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുന്നത്. നല്ലപോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നേരത്തെ മധുരക്കൂട്ട് 1 സ്പൂൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾക്കിതൊന്ന് മടക്കി യോജിപ്പിച്ച് ഇതെല്ലാ സൈഡും നല്ലപോലെ യോജിപ്പിച്ച് ഒട്ടും പൊട്ടാത്ത രീതിയിൽ ഇതൊന്ന് മടക്കി ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ.
ഇപ്പോൾ അതാ ശരിക്കും ഇത് ഈ വീഡിയോയിൽ ഇതുപോലെ ഇങ്ങനെ കാണുന്ന പോലെ ഇതിങ്ങനെ ശരിക്കും എല്ലായിടവും യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അധികം പ്രസ് ചെയ്താൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ അധികം പ്രസ് ചെയ്യാതെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. നെയ്മയം പുരട്ടി കഴിക്കുന്ന ഇഡ്ഡലി തട്ടിലേക്കാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. മാക്സിമം ഒരു 5-6 മിനിറ്റ് മതി. ശരിക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം വച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം വെന്ത് ഇരിക്കുന്നത് മാറ്റിയെടുത്തിട്ടുണ്ട്. ശരിക്ക് വെന്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറുന്നവരേക്ക് ഇതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കണം. ശരിക്കൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തന്നെയും കഴിക്കാം. ചൂടാറി കഴിയുമ്പം ഇതുപോലെ ഇങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 1/4 സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെയും കുറച്ചുകൂടെ നെയ്യ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചും മറിച്ചും ഇടാനായിട്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നെയ്യെല്ലാം പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ നല്ലപോലെ ചൂട് ആയിക്കഴിഞ്ഞാൽ കൈ കൊണ്ട് തിരിച്ചിടാൻ പറ്റില്ല, നമ്മൾക്ക് തവി വേണ്ടി വരും. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇതെല്ലാം അങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ശരിക്കും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശരിക്കും ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്കൊരു കയ്യിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ശരിക്കും പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല ഈസിയാണ്. ആവിയിൽ വേവിച്ചെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ പാകത്തിന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ഇതുപോലെയും ഇങ്ങനെ കഴിക്കാം. ഇതിൽ നെയ്യെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര അളവൊന്നുമില്ല. നെയ്യ് കുറവ് മതി എന്നുള്ളവർക്ക് കുറവ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ പലഹാരം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് റെസിപ്പി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്